ഹലോ ഫ്രണ്ട്സ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന ബുക്കിലെ ഏതാനും വരികളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പറയാൻ പോകുന്നത്. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ടെന്നുള്ളതും, ഒന്ന് ബോധമനസ്സും ഒന്ന് ഉപബോധ മനസ്സും. അതായത് നമ്മുടെ ഈ ബോധ മനസ്സ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന ശക്തമായ ചില കാര്യങ്ങൾ ഉപബോധ മനസ്സ് ഒപ്പിയെടുത്ത് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സത്യം നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും എത്രത്തോളം നാം ആഴത്തിൽ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാമെന്നിരിക്കെ എന്തിനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്നത്? എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നിധി കാണാതെ എപ്പോഴും നമ്മൾ സമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും പരക്കം പായുന്നത് എന്തിനാണ്? ശരിക്കും ഒന്നാലോചിച്ചാൽ ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ലേ? ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും വായിച്ചാലും ശരി, വായിച്ചില്ലെങ്കിലും ശരി, ഇനി വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്രത്തോളം ആഴത്തിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെടുത്ത് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം നമ്മളിത് വായിക്കുമായിരിക്കും, മനസ്സിലാക്കിയിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്? സാധിച്ചവർ വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ നമുക്ക് ഇന്ന് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനും. നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്തെല്ലാം വേണം? പൂർണ്ണ ആരോഗ്യം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, സമ്പൽ സമൃദ്ധിയും വേണം. സമൃദ്ധിയില്ലാതെ എന്ത് ജീവിതം? ആരോഗ്യമില്ലാതെ എന്ത് ജീവിതം? ആദ്യം വേണ്ടത് ആരോഗ്യം തന്നെയാണ്, പരിപൂർണ ആരോഗ്യം. ആരോഗ്യമുണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. അപ്പോൾ സമ്പൽ സമൃദ്ധിയും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് നേടാൻ കഴിയും. പക്ഷെ അതെങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് ഏവർക്കും ഉള്ളത്. നമുക്കിന്നിവിടെ നോക്കാൻ പോകുന്നത് പൂർണ്ണ ആരോഗ്യം എന്ന ആശയം എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പകരാം എന്നതാണ്. പലപ്പോഴും പല രോഗങ്ങളാലും പല പ്രയാസങ്ങളിലാണ് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും. എത്രത്തോളം നമുക്ക് ഉപകാരമാകും? മെഡിസിൻ കഴിച്ചാലും ചില സമയങ്ങളിൽ പല അസുഖങ്ങൾക്കും നമ്മൾ പറയാറുണ്ട്, എത്ര കഴിച്ചിട്ടും എത്ര ഇതായിട്ടും കാര്യമില്ല, ഇതിനൊരു ശമനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരുന്നില്ല. വീണ്ടും നമ്മൾ മെഡിസിനിലേക്ക് പോവുകയാണ്. ചില അസുഖം മെഡിസിൻ കഴിക്കുമ്പോഴത്തേക്ക് മാറും, ചിലതാണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ മെൻ്റൽ പവറും കൂടെ അവിടെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാമെന്നാണ് ഈ ബുക്കിലൂടെ വ്യക്തമാകുന്നത്. പൂർണ്ണ ആരോഗ്യം എന്ന ആശയം ഉപബോധ മനസ്സിലേക്ക് എങ്ങനെ പകരാം എന്നതാണ് ഓഥർ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റൻ്റ് പുരോഹിതൻ താൻ എങ്ങനെയാണ് പൂർണ്ണ ആരോഗ്യം എന്ന ആശയം ഉപബോധ മനസ്സിലേക്ക് പകർന്നത് എന്ന് എനിക്ക് വിശദീകരിച്ചു തന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ രോഗമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. രോഗസൗഖ്യത്തിനായി താൻ ശീലിച്ച പ്രക്രിയ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എനിക്ക് എഴുതി തന്നു. അതിങ്ങനെയായിരുന്നു: ദിവസത്തിൽ പലതവണ ഞാൻ ശാരീരികമായും മാനസികമായും സ്വസ്ഥത കൈവരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ശരീരത്തെ ശാന്തമാക്കാൻ അതിനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പാദങ്ങൾ അയഞ്ഞിരിക്കുകയാണ്, എൻ്റെ കണങ്കാൽ അയഞ്ഞിരിക്കുന്നു, എൻ്റെ കാലുകൾ അയഞ്ഞിരിക്കുന്നു, എൻ്റെ ഉദരപേശികൾ അയഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയവും ശ്വാസകോശവും അയഞ്ഞിരിക്കുന്നു, എൻ്റെ തല അയഞ്ഞിരിക്കുന്നു, എൻ്റെ ശരീരം പൂർണ്ണമായും അയഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഏകദേശം 5 നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ മയക്കത്തിന് സമാനമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ആ ഘട്ടത്തിൽ എന്നോട് തന്നെ ഇനി പറയുന്ന സത്യം ആവർത്തിക്കുകയും ചെയ്തു: ദൈവം വിഭാവനം ചെയ്ത പൂർണ്ണത എന്നിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. പൂർണ്ണ ആരോഗ്യം എന്ന സങ്കല്പം എൻ്റെ മനസ്സിലാകെ നിറയുന്നു. ദൈവം എനിക്കായി വിഭാവനം ചെയ്തത് പൂർണ്ണതയുള്ള രൂപമാണ്. ദൈവഹിതമായ ഈ പൂർണ്ണത എൻ്റെ ഉപബോധ മനസ്സ് ശരീരത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ്. വിസ്മയകരമായ രോഗശാന്തിയാണ് ആ പുരോഹിതന് അനുഭവത്തിൽ നിന്ന് വന്നത്.
പൂർണ്ണ ആരോഗ്യം എന്ന ആശയം ഇങ്ങനെ ഉപബോധ മനസ്സിലേക്ക് പകരാമെന്നതിൻ്റെ ലളിതമായ ഒരു ഉദാഹരണമാണ് ഇത്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? കാരണം ഇത്രയും മാരകമായൊരു അസുഖം ഉണ്ടായിട്ടും പരിപൂർണ ആരോഗ്യം എന്ന ആശയം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ അസുഖത്തിൽ നമുക്ക് വിമോചിതരാകാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പാതി മയക്കത്തിലേക്ക് പോയ ശേഷം ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ഉപബോധ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കുന്ന മനസ്സാണ്. അതിന് കൂടുതൽ ശക്തി വരുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉണർന്ന് ഒരു 10-15 മിനിറ്റ് ഉപബോധ മനസ്സ് ഉണർന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് സാധനം നമ്മൾ കൊടുക്കുമ്പോഴും, നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോഴും അത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപേ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അതാണ് ഇവിടെ പറയുന്ന ആശയം. ഇതേ പ്രക്രിയ നടപ്പാക്കാനുള്ള മറ്റൊരു മാർഗം ചിട്ടയായ ശാസ്ത്രീയമായ ഭാവന ഉപയോഗിക്കുക എന്നതാണ്. ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് താൻ ഓഫീസിൽ സ്വതന്ത്രമായി നടക്കുന്നതും മേശയിൽ തൊടുന്നതും ടെലിഫോണിൽ സംസാരിക്കുന്നതും സാധാരണഗതിയിൽ ചെയ്യാൻ സാധ്യതയുള്ളതെല്ലാം ചെയ്യുന്നതും ഭാവനയിൽ വ്യക്തമായി കാണാൻ ഞാൻ ആവശ്യപ്പെട്ടു. പൂർണ്ണ ആരോഗ്യം എന്ന സങ്കല്പം മനസ്സിൽ നിറയുമ്പോൾ ഉപബോധ മനസ്സും ആ ആശയം സാംശീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്രകാരം ഭാവന ചെയ്തു തുടങ്ങിയ അദ്ദേഹത്തിന് താൻ യാഥാർത്ഥ്യത്തിൽ ഓഫീസിൽ എത്തിയിരിക്കുമെന്നത് അനുഭവപ്പെടാൻ തുടങ്ങി. തൻ്റെ ഉപബോധ മനസ്സിന് പ്രവർത്തിക്കാനുള്ള വ്യക്തമായ ആശയമാണ് താൻ നൽകുന്നതെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. ഉപബോധ മനസ്സാകുന്ന ഫിലിമിലേക്ക് അദ്ദേഹം തൻ്റെ ആശയങ്ങളാകുന്ന ചിത്രം പകർത്തുകയാണുണ്ടായത്. ഇങ്ങനെ ആഴ്ചകളോളം എടുത്ത് മനസ്സിനെ തയ്യാറാക്കിയതിനൊടുവിൽ ഒരു ദിവസം മുൻ നിശ്ചയപ്രകാരം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും നഴ്സും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ആ വിളി വന്നത്. തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ അദ്ദേഹം ഇരുന്ന ഇടത്തു നിന്ന് ഏകദേശം 12 അടി ദൂരത്തായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഫോൺ വിളിക്ക് മറുപടി നൽകാനായി. ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് രോഗശാന്തി കൈവന്നു. മനസ്സുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സങ്കല്പത്തിന് അനുസൃതമായി അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സ് പ്രതികരിക്കുകയും അദ്ദേഹത്തിന് രോഗസൗഖ്യം പ്രാപ്തമാകുകയും ചെയ്തു. എന്താണ് ഇവിടെ പറയുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് രോഗസൗഖ്യം വന്നത്? ഇവിടെയാണ് വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യം. അതായത് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഓഫീസിൽ നടക്കുന്നതായിട്ടും ഫോണിൽ തൊടുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും അയാൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭാവനയിൽ കാണാനാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണ ആരോഗ്യം എന്ന സങ്കല്പം മനസ്സിൽ അങ്ങോട്ട് നിറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തു ചെയ്യും? ഉപബോധ മനസ്സും ആ ആശയം സാംശീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം പൂർണ്ണ ആരോഗ്യം ആദ്യം പറഞ്ഞു കൊടുത്തു, പൂർണ്ണ ആരോഗ്യവാനാണെന്ന്. എന്നിട്ട് ഭാവന ചെയ്യാനാണ് പറയുന്നത്. അതായത് വിഷ്വലൈസേഷൻ. നമ്മൾ സങ്കല്പിക്കുക, അയാൾ നടക്കുന്നതായിട്ടും, വയ്യാത്തൊരു വ്യക്തി നടക്കുന്നതായിട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ടും അയാൾ സങ്കല്പിച്ചപ്പോൾ ഉപബോധ മനസ്സ് ഓൾറെഡി എന്താ വിചാരിക്കുക? ഇത് ശരിയാണ് എന്നാണ്. അപ്പം അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും അതവിടെ തുടങ്ങി വെക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആ വിഷ്വലൈസേഷൻ അവിടെ പ്രവർത്തിക്കുകയും ഉപബോധ മനസ്സ് അത് ക്യാച്ച് ചെയ്ത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ആ വ്യക്തി എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. ഇത് നമുക്ക് ഏവർക്കും സാധിക്കും. തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിഗ്നലുകൾ കാലുകളിലേക്ക് എത്തുന്നത് തടയുന്ന മാനസികമായ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നതിനാലാണ് ഈ വ്യക്തിക്ക് നടക്കാൻ സാധിക്കാതെ പോയത്. ആ പ്രതിരോധത്തിൽ നിന്ന് ഉപബോധ മനസ്സിൻ്റെ ശക്തിയിലേക്ക് അദ്ദേഹം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അതിൻ്റെ ഫലമായി പ്രസരിച്ച ശക്തി അദ്ദേഹത്തെ നടക്കാൻ പ്രാപ്തനാക്കി. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈബിളിലുള്ള വാക്യങ്ങളാണിവ. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും.
ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 21:22. ഇത് ബൈബിളിലുള്ള വാക്യങ്ങൾ കൂടിയാണ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത് എന്ന് സാരം. അപ്പോൾ നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ നിർണായക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ പക്കൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ഇത് മറന്നു പോകാതിരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ശീലം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഉപബോധ മനസ്സിൻ്റെ ശക്തിവിശേഷം സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. ഉപബോധ മനസ്സിൽ നിങ്ങൾ പതിപ്പിക്കുന്ന ചിന്തകളാണ് കാലക്രമേണ സാഹചര്യങ്ങളായും സന്ദർഭങ്ങളായും സംഭവങ്ങളായും നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് ബോധമനസ്സിൽ നിങ്ങൾ വളർത്തുന്ന ചിന്തകളോ ആശയങ്ങളും തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ച് വേണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണമെന്ന് സാരം. അവിടെ എപ്പോഴും സൃഷ്ടിപരമായ നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കുക. കാരണം ബ്രെയിൻ നമ്മെ നെഗറ്റീവ് ചിന്തിപ്പിക്കും, നിരാശ ജനിപ്പിക്കും മനസ്സിൽ. അപ്പോൾ അതിനാണ് നമ്മൾ എഫർമേഷനൊക്കെ സൃഷ്ടിപരമായി ഉണ്ടാക്കി നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും നിയമം സാർവലൗകികമാണ്. നിങ്ങളുടെ ചിന്തകൾ പ്രവർത്തനമായി മാറുമ്പോൾ ഉപബോധ മനസ്സിൻ്റെ പ്രതികരണം ആ ചിന്തയോടുള്ള പ്രതിപ്രവർത്തനമായി മാറുന്നു. അതുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു എന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളാണ് ഈ നിരാശയായോ അമർഷമായോ ഒക്കെ നമ്മിൽ നിറയുന്നത്. തടസ്സങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഉപബോധ മനസ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ പുതുതായിട്ട് തുടങ്ങുകയാണെന്ന് വെക്കുക. അപ്പോൾ കഴിഞ്ഞു പോയ ചില സംഭവങ്ങളുടെ നിരാശ, അമർഷം ഇതൊക്കെ നമ്മിൽ നാം അറിയാതെ വന്ന് നിറയും സമയത്ത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇടയ്ക്ക് വന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തോറ്റുപോകും അവിടെ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നാം ഇങ്ങനെ വിശ്വസിക്കണം. എന്നിൽ ഒരാഗ്രഹം ജനിപ്പിച്ച ഉപബോധ മനസ്സ് എന്നിലൂടെ തന്നെ അത് പൂർത്തീകരിക്കും. എന്നിൽ ഒരാഗ്രഹം ജനിപ്പിച്ച ഉപബോധ മനസ്സ് എന്നിലൂടെ തന്നെ അത് പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. എന്നിട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. ജീവൻ്റെ ഊർജം അതിൻ്റെ ക്രമത്തിലും ഐക്യത്തിലും നിങ്ങളിലൂടെ പ്രസരിക്കും. അത് എല്ലാ സംഘർഷത്തെയും ഇല്ലാതാക്കും. അതേപോലെ പേടി, ആശങ്ക, പരിഭ്രാന്തി എന്നീ വികാരങ്ങളിലൂടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും മറ്റ് അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് തടസ്സം വരുത്താൻ നിങ്ങൾക്ക് കഴിയും. ഉപബോധ മനസ്സിൽ ആരോഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മൈത്രിയുടെയും ആശയങ്ങൾ പതിപ്പിക്കുന്നതിൽ വിജയിച്ചാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കും. ബോധമനസ്സിൽ ഏറ്റവും ഉജ്ജ്വലമായ അനുഭവങ്ങൾക്കായുള്ള പ്രതീക്ഷ പുലർത്തുക. ഈ ശീലം പതിവാക്കിയാൽ ഉപബോധ മനസ്സ് അതുതന്നെ സാധിച്ചെടുക്കും. നിങ്ങളുടെ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം ലഭിച്ചതിൻ്റെ ആവേശം, നിങ്ങൾ ഒരു നേട്ടം കൈവരിച്ചതിൻ്റെ സന്തോഷം എന്നിവയെല്ലാം ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ ഭാവനയിൽ കാണുന്നത് ഉപബോധ മനസ്സ് അനുഭവത്തിൽ വരുത്തും. ഇവിടെയാണ് വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പം ആരോഗ്യമാണെങ്കിലും, നമുക്ക് സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണെങ്കിലും, അതായത് സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും, എല്ലാം ജംഗമ വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും നമ്മൾ ഭാവന ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപബോധ മനസ്സ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമെന്നതാണ് ഇവിടെ പറയുന്നതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ എല്ലാത്തിനും ഉള്ള പരിഹാരം ഉപബോധ മനസ്സിനുണ്ടെന്ന് പറയുന്നത് ചുരുക്കം ഇതാണ്. അപ്പോൾ പരിപൂർണ ആരോഗ്യം ഈ ഒരവസ്ഥ എല്ലാവർക്കും വേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
പരിപൂർണ ആരോഗ്യമുള്ള ആളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത നിരന്തരം ഇട്ട് കൊടുക്കണം. പകരം എനിക്ക് സുഖമില്ല, എനിക്ക് വയ്യ, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കിത് ചെയ്യാൻ, എനിക്ക് വേദന, എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുക പോട്ടെ, പറയുകയും ചെയ്യുമ്പോൾ അതിനുള്ള അവസരങ്ങൾ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് കൂടുതൽ കൂടുതൽ അതുതന്നെ ആയിത്തീരുന്നു, വീണ്ടും വീണ്ടും അസുഖം തന്നെ ആയിത്തീരുന്നു. അപ്പോൾ പരിപൂർണ ആരോഗ്യം എന്നുള്ള ആശയം ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പരിപൂർണ ആരോഗ്യവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.